എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ലാലിഗയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഒരു പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായി ഇതിനെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 85% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. എന്തായാലും ലാലിഗയിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഇപ്പോൾ റയൽ ഒരു പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇപ്പോൾ റയൽ പരാജയപ്പെട്ടിട്ടുള്ളത്. എസ്പാനിയോളിനോടാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിരിക്കുന്നത്. 85-ാം മിനിറ്റിൽ കാർലോസ് റൊമേറോയാണ് ഇപ്പോൾ എസ്പാനിയോളിന് വേണ്ടി വിജയ ഗോൾ നേടിയത്. എന്തായാലും റയൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. 49 പോയിന്റാണ് അവർക്കിപ്പോൾ നിലവിലുള്ളത്. തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനും ഇപ്പോൾ 49 പോയിന്റാണ് നിലവിലുള്ളത്. എന്തായാലും റയൽ പരാജയപ്പെട്ടെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത മത്സരം അവർക്ക് അതിനിർണായകമാണ്. ഒന്നാം സ്ഥാനത്ത് തുടരണമെങ്കിൽ അടുത്ത മത്സരത്തിൽ വിജയം കണ്ടെത്തിയാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അടുത്ത മത്സരത്തിൽ റയലിന് സമനിലയോ അല്ലെങ്കിൽ പരാജയമോ ആണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് സാധിക്കും. റയൽ മാഡ്രിഡ് തൊട്ട് താഴേക്കും ഇറങ്ങേണ്ടി വരും. എന്തായാലും ഇപ്പോൾ റയൽ ഒരു പരാജയമാണ് ഇന്നലത്തെ മത്സരത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇന്നലെ വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് സേഫായി തന്നെ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കാമായിരുന്നു. എന്നാൽ ഇന്നലെ ഒരു പരാജയമാണ് ഇപ്പോൾ റയൽ വഴങ്ങിയിരിക്കുന്നത്. എന്തായാലും എംബാപ്പെ അടക്കമുള്ള താരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കൊന്നും ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്.